ഇനി നമുക്ക് വിദേശ വാർത്തകളാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ സമാധാന ചർച്ചകൾക്കായി പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി സൗദി അറേബ്യയിലെത്തി. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട്. യുക്രൈനിൽ സ്റ്റാർലിങ്ക് ടെർമിനൽ ഓഫാക്കില്ലെന്ന് ഇലോൺ മസ്ക് പറയുന്നു. യുക്രൈന്റെ തലസ്ഥാനത്ത് വ്യോമ പ്രതിരോധ സംവിധാനം ആക്രമിച്ച റഷ്യ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പി ജെയിംസ് നൽകുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാം ശോഭനമായ ഭാവിയിലേക്ക് പദമൂന്നി മുന്നോട്ട് പോകുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പോ ജെയിംസേ, യുക്രൈൻ യുദ്ധം തീരുമെന്ന് പറയാറായിട്ടില്ല സ്കെയിൻ. പ്രത്യേകിച്ച് 3 വർഷമായിട്ട് നിൽക്കുകയാണ്. റഷ്യ ഒരു കടുംപിടുത്തത്തിലാണ്. പക്ഷെ അമേരിക്കയുടെ ഇടപെടലാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കുന്നത്. അമേരിക്ക നേരത്തെ സൗദി അറേബ്യയിൽ വെച്ച് തന്നെ റഷ്യയുടെ ഉന്നതതല സംഘവുമായിട്ട് കൂടിക്കണ്ടിരുന്നു. റഷ്യയുടെ വിദേശകാര്യമന്ത്രി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴത്തെ റൂബിയോ US സ്റ്റേറ്റ് സെക്രട്ടറി സൗദിയിലുണ്ടായിരുന്ന അവരുടെ ഉന്നതതല സംഘം സംസാരിച്ചിരുന്നു. പക്ഷെ അത് ഉക്രൈനെ വല്ലാതെ അലോസരപ്പെടുത്തി. ഉക്രൈൻ പറഞ്ഞത് ഉക്രൈനുമായി ചർച്ച ചെയ്യാതെ ഒരു തരത്തിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് നടക്കില്ല, ഞങ്ങളുടെ മണ്ണിലാണ് യുദ്ധം നടക്കുന്നത്. ഇപ്പോൾ ഇതാ ഉക്രൈൻ്റെ ഉന്നതതല സംഘം, അതിൽ യുക്രൈൻ പ്രസിഡന്റ് തന്നെ വന്നിരിക്കുന്നു. വൊളോഡിമിർ സെലൻസ്കിയും സംഘവും എത്തിയിരിക്കുന്നു. അമേരിക്കയുടെ ഉന്നതതല സംഘമുണ്ട്. സൗദി അറേബ്യയിൽ അവരിന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. അത് നിർണായകമാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഒരു തരത്തിൽ ഏറ്റുമുട്ടിയ ശേഷം ഒരു വെടിനിർത്തൽ പോലെ മാപ്പ് അപേക്ഷ നടത്തിയിരുന്നു സെലൻസ്കി. ഒരു തന്ത്രപരമായ നീക്കം. അമേരിക്കയെ പിണക്കണ്ട എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഉപദേശിച്ചതനുസരിച്ചാണ് സെലൻസ്കി അല്പം ചൂടുമാറ്റിയത്. എന്തായാലും അതിനുശേഷം അമേരിക്കയുമായിട്ട് ചർച്ച നടക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക മീഡിയേറ്റർ എന്ന നിലയിൽ റഷ്യയുമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും നടക്കുക. എന്തായാലുമുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. ഒരു ഉക്രൈനോ റഷ്യയോ അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഒരുപക്ഷെ 3 വർഷമായി നീണ്ടു നിൽക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് കോടിയുടെ നഷ്ടമുണ്ടാക്കുകയും ചെയ്ത യുദ്ധം അത് അവസാനിക്കാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ തെളിഞ്ഞേക്കാം. എന്തായാലും അവിടുത്തെ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി വ്ളാഡിമിർ സെലൻസ്കി എന്നറിയുന്നത്. സൗദി അറേബ്യ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ്. നേരത്തെ ഖത്തറായിരുന്നു ശ്രദ്ധാകേന്ദ്രം. ജോ ബൈഡൻ്റെ കാലത്ത് എല്ലാ ചർച്ചകളും ദോഹയിലായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാനുമായിട്ട് ഉള്ള സെറ്റിൽമെൻറ്റ് ചർച്ച ചെയ്തത് ദോഹയിൽ, ഖത്തറിൽ വെച്ചായിരുന്നു. അതുപോലെ തന്നെ മറ്റു പലതിലും ഖത്തറും ഈജിപ്തും ഇപ്പോൾ പ്രധാനമായിട്ട് ഗസയുടെ പ്രശ്നങ്ങളിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ചർച്ച അവിടെയാണ് നടക്കുന്നത്. പക്ഷെ അമേരിക്ക രംഗത്ത് വന്നതോടെ അമേരിക്ക ചർച്ചയുടെ കേന്ദ്രം സൗദി അറേബ്യയിലേക്ക് മാറ്റിയിരുന്നു. സൗദി അറേബ്യയുടെ രാജകുമാരൻ, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനായിട്ടുള്ള ജെയർ കുഷ്ണർ, ഇവരൊക്കെ വലിയ രീതിയിൽ സുഹൃത്തുക്കളാണ്. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സൗദിയെയും അമേരിക്കയും കൂടുതൽ വീണ്ടും അടുപ്പിക്കുന്ന ഒരു സഖ്യകക്ഷികളാണ്. പക്ഷേ ജോ ബൈഡൻ്റെ കാലത്ത് ആ ബന്ധം അത്ര ശക്തമായിരുന്നില്ല. എന്തായാലും ഇതിനിടയിൽ തന്നെ ഉക്രൈനിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നത്. റഷ്യ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു കീവിൽ. അവിടെ നടത്തിയ ആക്രമണത്തിൽ എയർ ഡിഫൻസ് സിസ്റ്റംസ്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉക്രൈൻ്റെ തകർത്തു എന്നാണ് റഷ്യ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ച നടക്കുന്നു, മറുഭാഗത്ത് റഷ്യ യുക്രൈനിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. SKN.